വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്യൂഷൻ മാസ്റ്റർ. SSCRT 5ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ജനറൽ സയൻസിലെ ആദ്യ അധ്യായത്തെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് ഈ അധ്യായത്തിൽ നിന്ന് മുൻവർഷ PSC പരീക്ഷകളിൽ ചോദിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2017 LDC കോട്ടയം വയനാട് ജില്ലകളിൽ നിന്ന് 2 ചോദ്യം ഉണ്ടായിരുന്നു. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കൂടാതെ അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ശവോപജീവികൾക്ക് ഉദാഹരണം, സംഭരണ വേരുകൾക്ക് ഉദാഹരണം, ഭൂകാണ്ഡം എന്താണ്, ഏറ്റവും വലിയ പൂർണ്ണപരാഗ സസ്യം ഏതാണ്, പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടിയത് ഏത് പ്രകാശത്തിലാണ്, സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഏത് രൂപത്തിലാണ്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഏത് രൂപത്തിലാണ്, വിവിധ തരത്തിലുള്ള വേരുകളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം വിശദമായിട്ട് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകാം. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നാണ്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേര് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഉപയോഗിച്ച് ഇലകളിലെ ഹരിതകത്തിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലാണ്, എന്നാൽ സസ്യങ്ങൾ ആഹാരം ശേഖരിച്ച് വെക്കുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ. എന്നാൽ സസ്യങ്ങൾ ആഹാരം സംഭരിച്ച് വെക്കുന്നത് ഏത് രൂപത്തിലാണ്? അന്നജത്തിൻ്റെ രൂപത്തിൽ. ഇനി ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സസ്യങ്ങൾ ആഹാരം ശേഖരിക്കുന്ന ഏതൊക്കെ സസ്യങ്ങൾ ഏത് രൂപത്തിലാണെന്നുള്ളത് നമ്മളിനി 8ാം ക്ലാസ്സിലെ അധ്യായത്തിലാണ്. അതിനി പിന്നീടുള്ള വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഇനിയും പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു. ശ്വസന സമയത്ത് നേരെ തിരിച്ചു. ഇങ്ങനെ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഈ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇലകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം. സസ്യങ്ങളുടെ ഇലകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയ്ക്ക് 2 ധർമ്മമാണുള്ളത്. ഒന്ന് വാതക വിനിമയം, അടുത്തത് സസ്യങ്ങളിൽ നിന്നും, അതായത് സസ്യങ്ങളുടെ ഇലകളിൽ നിന്നും ജലബാഷ്പത്തിനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നതും ഈ ആസ്യരന്ധ്രത്തിലൂടെയാണ്. അപ്പോൾ ആസ്യരന്ധ്രത്തിന് 2 ധർമ്മമാണുള്ളത്. ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു, ഈ ഒരു വാതക വിനിമയം. കൂടാതെ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ആസ്യരന്ധ്രങ്ങൾ കൂടിയാണ്. ഇനിയും നമുക്കറിയാം, ഇലകളുടെ പച്ച നിറത്തിന് കാരണം ഹരിതകമാണ്. കൂടാതെ പ്രകാശ സംശ്ലേഷണത്തിൽ ഹരിതകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ആഹാര നിർമ്മാണത്തിനാവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഇലകളിലെ ഹരിതകമാണ്. അപ്പോൾ ഹരിതകത്തിൻ്റെ ധർമ്മം എന്താണ്? ആഹാര നിർമ്മാണത്തിനാവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. സസ്യങ്ങളിലെ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഈ അധ്യായത്തിൽ 3 വർണ്ണകങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. ആദ്യത്തേത് സാന്തോഫിൽ. സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നു. കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് നൽകുന്നത്. ആന്തോസയാനിൻ ചുവപ്പ് നിറം. ഒന്നുകൂടെ നോക്കാം, 3 വർണ്ണകങ്ങൾ. ആദ്യത്തേത് സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം, ആന്തോസയാനിൻ ചുവപ്പ് നിറം. ഇനി ഈ അധ്യായത്തിൽ അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ളൊരു താരതമ്യമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും എന്നാൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് ഓക്സിജനുമാണ്. സസ്യങ്ങളായാലും ഏത് ജന്തുജാലമായാലും ശ്വസന സമയത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണമാണ് നടത്തുന്നത്. എന്നാൽ സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും പകലും രാത്രിയും ശ്വസിക്കുന്നു. സസ്യങ്ങൾ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ രാത്രിയിൽ ഏത് വാതകത്തിനെ പുറത്തുവിടാറില്ല? ഓക്സിജനെ പുറത്തുവിടാറില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു പോയിൻ്റാണ് ഓർത്തിരിക്കേണ്ടത്. സസ്യങ്ങൾ
സസ്യങ്ങളായാലും ജന്തുക്കളായാലും രാത്രിയും പകലും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. സസ്യങ്ങൾ പകൽ സമയത്ത് മാത്രമേ പ്രകാശ സംശ്ലേഷണം നടത്തുന്നുള്ളൂ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണല്ലോ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. അപ്പോൾ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ സസ്യങ്ങൾ ഓക്സിജനെ രാത്രിയിൽ പുറത്തുവിടുന്നില്ല. ഇനിയും അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എപ്പിഫൈറ്റുകൾ എന്നാണ്. എപ്പിഫൈറ്റുകൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓർക്കിഡിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത പേജിൽ മരവാഴയുടെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് ഏകദേശ ധാരണ കിട്ടും. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. അടുത്തതായി എന്താണ് പരാത സസ്യങ്ങളെന്ന് നോക്കാം. അടുത്തതായി ഇമേജിൽ ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, റെഫ്ലേഷ്യ എന്നിവയുടെ പടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്താണ് പരാത സസ്യങ്ങൾ? പരാത സസ്യത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അർദ്ധപരാത സസ്യങ്ങളെന്നും പരാത സസ്യങ്ങളും, അതായത് പൂർണ്ണപരാത സസ്യങ്ങളെന്നും. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. അതായത് അവരവരുടെ ജോലി പകുതി ചെയ്യും, പകുതി അവർ മറ്റുള്ളവരിൽ നിന്ന് എടുക്കുക ചെയ്യുന്നത്. അതായത് ജലവും ലവണവും വലിച്ചെടുക്കും, എന്നിട്ട് സ്വന്തം ഇലകളിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. ഇത്തരം സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. അർദ്ധപരാത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണിയും ചന്ദനമരവും. ചന്ദനം അതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെ വേരുകളിൽ നിന്ന് ജലം ആഗിരണം ചെയ്ത് സ്വന്തം ഇലകളിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അർദ്ധപരാത സസ്യങ്ങൾ? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തം ഇലകളുടെ സഹായത്തോടു കൂടി സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ. അർദ്ധപരാത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണിയും ചന്ദനമരവും. എന്നാൽ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാത സസ്യങ്ങൾ. ഉദാഹരണം മൂടില്ലാത്താളിയും റെഫ്ലേഷ്യയും. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യയും ഒരു പരാത സസ്യമാണ്. അപ്പോൾ അർദ്ധപരാത സസ്യങ്ങൾ എന്താണ്? പൂർണ്ണപരാത സസ്യങ്ങൾ എന്താണ്? അവയുടെ ഉദാഹരണങ്ങളും മനസ്സിലായല്ലോ. അർദ്ധപരാത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണിയും ചന്ദനമരവും. എന്നാൽ പൂർണ്ണപരാത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളിയും റെഫ്ലേഷ്യയും. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റുകൾ എന്താണ്? അതിൻ്റെ ഉദാഹരണം അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. നിയോട്ടിയ, മോണോട്രോപ്പ ഇവയ്ക്ക് ഉദാഹരണമാണ്. കൂടാതെ പൂപ്പലും ഇതിന് ഉദാഹരണമാണ്. ബ്രെഡിലൊക്കെ കാണപ്പെടുന്ന പൂപ്പലും ഇതിന് ഉദാഹരണമാണ്. എന്നാൽ പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. മോണോട്രോപ്പ എന്ന് പറയുന്ന സസ്യമാണ് ഇതിനു മുമ്പ് PSCയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയുള്ള PSC പരീക്ഷയിൽ നിയോട്ടിയ ചോദിച്ചുകൂടായികയില്ല. അപ്പോൾ ശവോപജീവികൾ എന്താണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റുകൾ. കേട്ടോ, ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റുകൾ. ശവോപജീവികൾക്ക് ഉദാഹരണം നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. ഒന്നുകൂടെ പറയാം, ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ, മോണോട്രോപ്പ. നിയോട്ടിയ, മോണോട്രോപ്പ. ഡയഗ്രം നോക്കൂ. നിയോട്ടിയ, മോണോട്രോപ്പ എന്തിന് ഉദാഹരണമാണ്? ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി ആരോഹികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നോക്കാം. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. പാവലും പടവലും കുരുമുളകും ഒക്കെ ഈ ആരോഹികൾക്ക് ഉദാഹരണമാണ്. ഈ മറ്റ് സസ്യങ്ങൾ പടർന്നു കയറാൻ ഇവയെ സഹായിക്കുന്ന സ്പ്രിങ് പോലുള്ള ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ. നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെ വളഞ്ഞ് മറ്റൊരു സസ്യത്തിനെ ഇങ്ങനെ ചുറ്റി ഇവയ്ക്ക് പടർന്ന് കിളിക്കാൻ സഹായിക്കുന്ന
ഭാഗമാണ് ഈ സ്പ്രിങ് പോലെ കാണപ്പെടുന്നത്. ഇവയെ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ. അപ്പോൾ എന്താണ് ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ് നോക്കാം. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. ഇങ്ങനെ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇതുപോലുള്ള സസ്യങ്ങൾ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്? മറ്റു ചെടികളിൽ പിടിച്ച്, നമ്മൾ കുരുമുളകും ഒക്കെ നോക്കുന്ന സമയത്ത് കുരുമുളകിൽ ഈ പറ്റുവേരാണ്, കവുങ്ങിലൊക്കെ പടർന്നു കയറാൻ സഹായിക്കുന്ന പറ്റുവേരുകളാണ്. അപ്പോൾ ആരോഹികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കുരുമുളക്, പാവൽ, പടവലം. അപ്പോൾ ആരോഹികളിൽ കാണപ്പെടുന്നതാണ് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹി. കാണ്ഡം എന്ന് വെച്ചാൽ തണ്ടെന്നാണ് അർത്ഥം, സ്റ്റെം. അപ്പോൾ ആരോഹികൾ എന്താണെന്ന് മനസ്സിലായി. ആരോഹികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കുരുമുളക്, പാവൽ, പടവലം. അടുത്തതായി ക്രീപ്പേഴ്സ് അഥവാ ഇഴവള്ളികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവ. സ്ട്രോബെറി ഒരു ഇഴവള്ളിയാണ് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കിട്ടും. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഏതവസ്ഥയിലാണ് നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പം സ്ട്രോബെറിയൊക്കെ ആ സമയത്ത് നമുക്കൊരു മരമായിട്ടൊക്കെ തോന്നും. അപ്പോൾ തെറ്റരുത്, ഒരിക്കലും ഒരു കാരണവശാലും തെറ്റരുത്. സ്ട്രോബെറി ഒരു ഇഴവള്ളിയാണ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് സ്ട്രോബെറി, കൊടങ്ങൽ, മധുരക്കിഴങ്ങ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല കേട്ടോ. ഇഴവള്ളികളിൽ എന്ത് കാണപ്പെടാറില്ല? പ്രധാനങ്ങളോ പറ്റുവേരുകളോ കാണപ്പെടാറില്ല. ആരോഹികളിലാണ് പ്രധാനങ്ങളോ പറ്റുവേരുകളൊക്കെ കാണപ്പെടുന്നത്. അടുത്തത് വിവിധ തരത്തിലുള്ള വേരുകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. താങ്ങുവേരുകളെക്കുറിച്ചും പൊയ്ക്കാൽ വേരുകളെക്കുറിച്ചും. പേരാലിൽ കാണപ്പെടുന്നതാണ്. നോക്കൂ, നമുക്കൊരു ചെറിയൊരു വ്യത്യാസമാണ് ഈ താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും തമ്മിൽ. പേരാലിൽ കാണപ്പെടുന്നതാണ് താങ്ങുവേരുകൾ. നോക്കൂ, ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാകാം. പേരാലിൽ ഈ വേരുകൾ കാണപ്പെടുന്നത് മുകളിലത്തെ ശിഖരങ്ങളിൽ നിന്നാണ്. പേരാലിൽ താങ്ങുവേരുകളാണ് കാണപ്പെടുന്നത്. പേരാലിൽ ഈ താങ്ങുവേരുകൾ കാണപ്പെടുന്നത് മുകളിലത്തെ ശിഖരങ്ങളിൽ നിന്നാണ്. എന്നാൽ ആറ്റുകൈതയിൽ കാണപ്പെടുന്നത് അതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ്. അതായത് ആറ്റുകൈതയിൽ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് പോകുന്നത്. ഇത്തരം വേരുകളെ വിളിക്കുന്ന പേര് പൊയ്ക്കാൽ വേരുകളെന്നാണ്. അപ്പോൾ താങ്ങുവേരുകൾ കാണപ്പെടുന്നത് പേരാലിലും പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്നത് ആറ്റുകൈതയിലുമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നമുക്ക് ഉറപ്പിച്ചു പോകാം. പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. എന്നാൽ കൈതയിലെ വേരുകൾ തണ്ടിൽ നിന്നാണ് താഴേക്ക് വരുന്നത്. നമുക്ക് ഡയഗ്രാം ഒന്നുകൂടെ നോക്ക്. നമുക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. പേരാലിൽ എവിടെയാണ്? മുകളിലത്തെ ശിഖരങ്ങളിൽ നിന്ന്. നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. പേരാലിൽ മുകളിലത്തെ ശിഖരങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ആറ്റുകൈതയിൽ തണ്ടിൽ നിന്നാണ് വരുന്നത്. പേരാലിൽ കാണപ്പെടുന്ന വേര് ഏതാണ്? താങ്ങുവേരുകൾ. ആറ്റുകൈതയിൽ കാണപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകളാണ്. എന്നാൽ നോക്കുക, അടുത്ത ഒരു പോയിന്റ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങൾ പറയുന്ന പേരാണ് കണ്ടൽ. അതും ചോദിച്ചിട്ടുണ്ട്. കണ്ടൽ ചെടികൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിൻ്റെ അറ്റം ജലത്തിൽ നിന്ന് മുകളിലേക്ക് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ സസ്യത്തിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് കൂടാതെ വാതകവിനിമയത്തിനും ഈ വേരുകൾ സഹായിക്കാറുണ്ട്. അങ്ങനെ കണ്ടൽ ചെടികളിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾക്ക് പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോർ അഥവാ ശ്വസന വേരുകൾ. അപ്പോൾ ന്യൂമാറ്റോഫോർ അഥവാ ശ്വസന വേരുകൾ ഏത് ചെടിയിലാണ് കാണപ്പെടുന്നത്? കണ്ടൽ ചെടികളിൽ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പേരാണ് കല്ലേൽ പുക്കുടൻ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. താങ്ങുവേരുകൾ കാണപ്പെടുന്നത് പേരാലിലാണ്. പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്നത് ആറ്റുകൈതയിലാണ്. ന്യൂമാറ്റോഫോർ അഥവാ ശ്വസന വേരുകൾ കാണപ്പെടുന്നത് കണ്ടൽ ചെടികളിലാണ്. ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോർ കാണപ്പെടുന്നത് കണ്ടൽ ചെടികളിലാണ്. അവയുടെ ധർമ്മം വാതക വിനിമയമാണ്. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നാണ് നിൽക്കുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഓപ്ഷൻ തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ സംഭരണ വേര് ഏതാണ് അല്ലെങ്കിൽ ഭൂകാണ്ഡം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയണം. അതായത് ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. നമുക്കറിയാം
മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, കൂർക്ക ഇതെല്ലാം സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ ഈ എല്ലാ കിഴങ്ങുകളും കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതൊന്നും ഒരിക്കലും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഭൂകാണ്ഡങ്ങൾ. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഭൂകാണ്ഡങ്ങൾ. അതായത് ഇത്തരം കാണ്ഡത്തിൻ്റെ അഗ്രഭാഗം ഒരു നോഡായിട്ട് വളർന്ന് അത് പിന്നീട് ഇങ്ങനെ വേർതിരിക്കും. അത് പക്ഷെ നമുക്ക് ഒരിക്കലും അത് സംഭരണ വേരാന്ന് തെറ്റിദ്ധരിക്കരുത്. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. കാണ്ഡം എന്ന് വെച്ചാൽ തണ്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഭൂകാണ്ഡങ്ങൾ. അപ്പോൾ ഓപ്ഷൻസ് തന്നാൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ ഏതാണ് സംഭരണ വേരുകൾ ഏതാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചിന്തിക്കാം. നമ്മൾ സാധാരണ സസ്യങ്ങളുടെ തണ്ട് വെട്ടി നടാറുണ്ട്, അല്ലെങ്കിൽ തൈകൾ നടാറുണ്ട്. അവിടെ നമ്മളിപ്പം 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ സംഭരണ വേര് ഏതാണ്, ഭൂകാണ്ഡങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കണം, ഈ തന്നിരിക്കുന്നതിനെ നേരിട്ട് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് കിളിക്കുമോ എന്ന് നോക്കണം. അപ്പം നേരിട്ട് മണ്ണിൽ നട്ടാൽ അത് കിളിക്കുമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വേരൊരിക്കലും മണ്ണിൽ നമ്മൾ ഒരു ചെടിയുടെ വേര് മുറിച്ച് നട്ടിട്ട് നമ്മൾ അല്ല സാധാരണ കിളിപ്പിക്കുന്ന തണ്ടാണ്. അപ്പോൾ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും നേരിട്ട് നമ്മൾ മണ്ണിൽ വെച്ചാൽ അത് കിളിക്കുമെങ്കിൽ അത് ഭൂകാണ്ഡമാണ്, അല്ലാത്തവ സംഭരണ വേരുകളാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ക്യാരറ്റിനെ നമ്മൾ നേരിട്ട് നടുമ്പോൾ ക്യാരറ്റ് കിളിക്കത്തില്ല, അതുകൊണ്ട് അത് സംഭരണ വേരാണ്. എന്നാൽ ചേന നമ്മൾ മുറിച്ചാണ് സാധാരണ നടുന്നത്, അത് ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. ചേമ്പും നമുക്ക് ഡയറക്റ്റ് നടാറുണ്ട്, അതും ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് സംഭരണ വേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. എന്നാൽ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഭൂകാണ്ഡങ്ങൾ. അപ്പോൾ സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, കപ്പ, കൂർക്ക. എന്നാൽ ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, മഞ്ഞൾ. നമുക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഏതാണോ അന്നേരം എടുത്ത് നടുന്നത് അപ്പോൾ അത് കിളിച്ച് വരും, അത് തന്നെ നട്ട് കിളിച്ച് വരുവാണെങ്കിൽ അത് ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. ഇത്രയും പോയിന്റുകളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ പഠിച്ചു. നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലാണ്. കൂടാതെ പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ചുവന്ന പ്രകാശത്തിലാണ്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ചുവന്ന പ്രകാശത്തിലാണ്. എന്നാൽ പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് മഞ്ഞ പ്രകാശത്തിലാണ്. പഠിച്ചു വെക്കുക, പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ചുവന്ന പ്രകാശത്തിലാണ്, പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് മഞ്ഞ പ്രകാശത്തിലാണ്. പിന്നീട് നമ്മൾ വിവിധ തരം സ്റ്റൊമാറ്റ എന്താണെന്ന് പറഞ്ഞു, അഥവാ ആസ്യരന്ധ്രം എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ 2 ധർമ്മം പറഞ്ഞു. വാതക വിനിമയവും ജലബാഷ്പത്തിനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതും ഈ സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം വഴിയാണ്. 3 വർണ്ണകങ്ങൾ പറഞ്ഞു. ആന്തോസയാനിൻ, സാന്തോഫിൽ, കരോട്ടിൻ. ആന്തോസയാനിൻ, സാന്തോഫിൽ, കരോട്ടിൻ ഏത് നിറമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ താരതമ്യം ചെയ്ത് പറഞ്ഞു. എന്താണ്, ഏതൊക്കെ വാതകത്തിനെയാണ് സ്വീകരിക്കുന്നത്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴയും ഓർക്കിഡും. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴയും ഓർക്കിഡും. പിന്നീട് പരാത സസ്യങ്ങളെ, പാരസൈറ്റിക് പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു. 2 എണ്ണമുണ്ട്, അർദ്ധപരാഗ സസ്യങ്ങളും പൂർണ്ണപരാഗ സസ്യങ്ങളും. അർദ്ധപരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണിയും ചന്ദനമരവും. പൂർണ്ണപരാഗ സസ്യങ്ങളാണ് മൂടില്ലാത്താളിയും റെഫ്ലേഷ്യം. ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റുകൾ. നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ ഇതാണ് ശവോപജീവികൾക്ക് ഉദാഹരണം. ഒന്നുകൂടെ പറയാം, നിയോട്ടിയ, മോണോട്രോപ്പ. നിയോട്ടിയ, മോണോട്രോപ്പ. പൂപ്പലുകൊണ്ട്, പൂപ്പലൊരു സസ്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നവയല്ല. പിന്നീട് ആരോഹികളിലാണ് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് കാണപ്പെടുന്നത്. ആരോഹികളിലാണ് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് കാണപ്പെടുന്നത്. ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക്, പാവൽ, പടവലം. കൂടാതെ ഇവയിൽ പറ്റുവേരുകളും കാണപ്പെടാറുണ്ട്. പിന്നീട് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പറഞ്ഞു. അതിനു മുമ്പ് ഇഴവെള്ളികൾ പറഞ്ഞായിരുന്നു. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ്
മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി ഒക്കെ ഇഴവള്ളികളാണ്. എന്നാൽ ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും കാണപ്പെടാറില്ല. പിന്നീട് നമ്മൾ പലതരത്തിലുള്ള 3 തരത്തിലുള്ള വേരുകൾ നമ്മൾ പറഞ്ഞു. പൊയ്ക്കാൽ വേരുകൾ, താങ്ങുവേരുകൾ, ന്യൂമാറ്റോഫോർ അഥവാ ശ്വസന വേരുകൾ. ഇതിൽ പേരാലിൽ കാണപ്പെടുന്നതാണ് താങ്ങുവേരുകൾ. താങ്ങുവേര് മുകളിലത്തെ ശിഖരങ്ങളിൽ നിന്നാണ് കാണപ്പെടുന്നത്. എന്നാൽ തണ്ടിൽ നിന്നും മെയിൻ സ്റ്റെമ്മിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. ആറ്റുകൈതയിലാണ് പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്നത്. പ്രോപ്പ് റൂട്ട് ആൻഡ് സ്റ്റിൽ റൂട്ട് എന്നാണ് പറയുന്നത്. താങ്ങുവേരുകൾക്കാണ് പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേരുകൾക്കാണ് സ്റ്റിൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പേരാലിൽ കാണപ്പെടുന്ന പ്രോപ്പ് റൂട്ടും പൊയ്ക്കാൽ വേരുകൾ അഥവാ ആറ്റുകൈതയിൽ കാണപ്പെടുന്നതാണ് സ്റ്റിൽ റൂട്ട്. പിന്നീട് കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്നതാണ് ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോർ. വാതക വിനിമയമാണ് ഈ ന്യൂമാറ്റോഫോറിൻ്റെ ശ്വസന വേരിൻ്റെ ധർമ്മം. പിന്നീട് എന്താണ് സംഭരണ വേരുകൾ, എന്താണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞു. ആഹാരം സംഭരിച്ചു വെക്കുന്നവയാണ് സംഭരണ വേരുകൾ. സംഭരണ വേരുകൾക്ക് ഉദാഹരണം ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, കപ്പ, കൂർക്ക. ഭൂകാണ്ഡങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ്. ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണം ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, മഞ്ഞൾ. അവയെ നേരിട്ട് നടുന്ന സമയത്ത് അത് മുളയ്ക്കുവാണെങ്കിൽ അത് ഭൂകാണ്ഡമാണെന്ന് നമുക്ക് ഓർത്തവയെ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ സയൻസിലെ 5ാം ക്ലാസ്സിലെ ആദ്യ അധ്യായം. പിന്നീടുള്ള അധ്യായം ഇനി അടുത്ത വീഡിയോയിൽ പറയാം. മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.